സംസ്ഥാനത്ത് ദുരിതം വിതച്ച് കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ ഇന്ന് 3 പേർ മരിച്ചു. തിരുവനന്തപുരം മര്യനാട് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മര്യനാട് സ്വദേശി അലൂഷ്യസ് ആണ് മരിച്ചത്. ഇടുക്കി മാങ്കുളത്ത് കാൽവഴുതി പുഴയിൽ വീണ താളുംകണ്ടം സ്വദേശി സനീഷിന്റെ മൃതദേഹം കണ്ടെത്തി. ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ ബൈക്ക് യാത്രികൻ ചികിത്സയിലിരിക്കെ മരിച്ചു. കോട്ടയം കുമരകത്ത് ചെങ്ങളം മേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. എറണാകുളം പള്ളിക്കരയിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. കനത്ത മഴയിൽ കണ്ണൂരിലെ ചെറുപുഴ പ്രാപ്പൊയിൽ രയരോം റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് സമീപം ഉരുൾപൊട്ടി. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്, രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം സജോ ദേവസ്യയിലേക്ക്. സജോ, കണ്ണൂരിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, കണ്ണൂരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമുള്ളത്, കണ്ണൂരിൽ മഴയുടെ ശക്തി കുറഞ്ഞു. മലയോര മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ മഴയുടെ ശക്തി ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ ലഭ്യമായത്. വ്യാപകമായ മഴക്കെടുതിയും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. അത് പ്രധാനമായും ആലക്കോടിൻ്റെയും പേരാവൂരിൻ്റെയും മലയോര മേഖല, ഒപ്പം ചെറുപുഴ അടക്കമുള്ള മേഖലകളിൽ വ്യാപകമായും കൃഷിനാശവും വീടുകൾക്കടക്കം കേടുപാടുകൾ സംഭവിക്കുന്ന അടക്കമുള്ള വിവിധ സംഭവങ്ങളുണ്ടായി. ചെറുപുഴ പ്രാപ്പോയിൽ രയറോം റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഈയങ്കല്ല് ഭാഗത്ത് ഇടിഞ്ഞു. അതൊരു വീടിൻ്റെ മുകളിലേക്കാണ് പതിച്ചത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഭാഗ്യം കൊണ്ട് മറ്റ് അപകടത്തിലേക്കൊന്നും അത് വഴിമാറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയുള്ളത് എളയാവൂരടങ്ങുന്ന മേഖലയാണ്. അവിടെ, അതായത് ജില്ലയിലെ വിവിധയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ കാര്യമായി തന്നെ വെള്ളക്കെട്ടുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് കടൽ വെള്ളം എടുക്കുന്നില്ല. അതുകൊണ്ട് വെള്ളക്കെട്ട് പലയിടത്തും ഒഴിഞ്ഞു പോകുന്നില്ലാത്തൊരു സാഹചര്യമുണ്ട്. മിക്കവാറും ആ മേഖലകളിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളക്കെട്ടിൽ തന്നെ കിടക്കുന്ന സാഹചര്യമാണ് എളയാവൂരിലെ പ്രദേശങ്ങളിൽ ഉള്ളത്. മട്ടന്നൂരിലെയും പഴശ്ശി പദ്ധതി പ്രദേശത്തോട് ചേർന്ന ഇടങ്ങളിലും വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കക്കാടാണ്. കക്കാട് പുഴ കരകവിഞ്ഞിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഒരു പ്രധാനപ്പെട്ട റോഡാണ്. അതായത് കക്കാട് പള്ളിപ്പുറം മുണ്ടയാട് റോഡാണ്. അങ്ങോട്ടേക്കുള്ള ഒരു ബൈപ്പാസ് കൂടിയായി പരിഗണിക്കപ്പെടുന്ന റോഡാണ്. പക്ഷേ നമുക്ക് ഈ വാഹനങ്ങളൊക്കെ വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ ഇതുവഴി 2 ദിവസമായി കരകവിഞ്ഞ വെള്ളം കയറി കിടക്കുകയാണ്. ഈ ഭാഗം ഒരു അല്പം താഴ്ന്ന പ്രദേശമാണ്. ഈ മേഖലകളിൽ വെള്ളക്കെട്ടിനൊരു പരിഹാരമില്ല എന്നതാണ് അങ്ങേയറ്റം പ്രതിസന്ധിയാകുന്നത്. കാരണം ഇതുവഴിയുള്ള വാഹന ഗതാഗതമൊക്കെ പലപ്പോഴും വലിയ പ്രതിസന്ധിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നതാണ്. കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ വീണ് 2 മരണം കൂടിയും ജില്ലയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന സങ്കടകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മഴയുടെ ശക്തി അല്പം കുറഞ്ഞു. ജില്ലയിൽ ഇന്ന് കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണമില്ല. മഴയുടെ ശക്തി കുറഞ്ഞത് ആശ്വാസകരമാണ്. ഒപ്പം വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള, മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് പൂർണ്ണമായ വിലക്ക് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീരദേശ മേഖലകളിൽ വലിയ കടലാക്രമണ സാധ്യതയുണ്ട്. ഒപ്പം വലിയ തിരകളുണ്ട്. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയടക്കം പ്രവചിച്ചിട്ടുണ്ട്. അവിടെ അത്തരം പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് പഴയങ്ങാടി, ചൂട്ടാട് ഉൾപ്പെടുന്ന മേഖലകൾ, ഒപ്പം മാട്ടൂൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. അവിടങ്ങളിലും സമാനമായി കടലാക്രമണ ഭീഷണി അടക്കം ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാകുന്നുണ്ട്. ഒപ്പം വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകുന്നില്ല. അത് ഈ കടൽ വെള്ളമെടുക്കുന്നില്ല. മറ്റൊന്ന്, മലയോര മേഖലകളിലും വനമേഖലകളിലും കാര്യമായി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് താഴേക്ക് മിക്കവാറും തോടുകളിലും പുഴകളിലുമൊക്കെ ജലനിരപ്പിൽ കാര്യമായ കുറവില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയായി മാറുന്നത് എന്നത് എടുത്തു പറയണം. അതുകൊണ്ടാണ് വെള്ളക്കെട്ടിന് ഏതെങ്കിലും നിലയ്ക്കുള്ള പരിഹാരം ഉണ്ടാകാത്തത് എന്നതാണ്. ഇങ്ങനെ നിരവധി റോഡുകൾ, അതായത് പ്രധാനമായും ഉളിക്കൽ ചപ്പാത്ത് റോഡ്, ഒപ്പം ചെറുപുഴയിലെ പ്രധാനപ്പെട്ട പാതകൾ, അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടുതൽ വളരെ എളുപ്പത്തിൽ വെള്ളം കയറുന്ന മേഖലകളിലൊക്കെ സമാനമായ പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. ഈ പള്ളിപ്പുറം റോഡ് പോലും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ്. ഇതിനങ്ങോട്ടേക്ക് കുറേയധികം ദൂരവും പലയിടങ്ങളിലായി വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ജില്ലയെ സംബന്ധിച്ച് വ്യാപകമായ മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ആശ്വാസകരമായ കാര്യം, മഴയുടെ ശക്തി കുറഞ്ഞു. നഗരമേഖലകളിൽ ഇപ്പോൾ മഴ പെയ്യുന്നില്ല. അതേസമയം കാഞ്ഞിരക്കൊല്ലിയുടെ പ്രദേശങ്ങൾ, ആലക്കോട് മേഖലയുടെ വിവിധ മലയോര പ്രദേശങ്ങൾ, ഇരിട്ടിയുടെയും പേരാവൂരിൻ്റെയും മലയോര പ്രദേശങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത പരിഗണിച്ച് അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഹുൽ സുരേഷ് മാവൂരിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, കോഴിക്കോട് ജില്ലയിൽ പൊതുവെ മഴ മാറി നിൽക്കുകയാണ്. അതിശക്തമായ മഴയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ഒരു ശമനമുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടാണ് നിലവിൽ ജില്ലയിൽ പ്രതിസന്ധിയായി മാറുന്നത്. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. നിലവിൽ മഴയുമായി ബന്ധപ്പെട്ട് 30-ലേറെ വീടുകൾ കോഴിക്കോട് ജില്ലയിൽ തകർന്നിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് താലൂക്കിൽ 5 ദുരിതാശ്വാസ
ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 36 പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 50-ലധികം കുടുംബങ്ങൾ കോഴിക്കോട് താലൂക്കിൽ ബന്ധുവീടുകളിലേക്ക് മാറി എന്ന വിവരം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഈ മാവൂർ പഞ്ചായത്തിലാണ്. ഇവിടെ ഏറ്റവും പ്രശ്നം ഈ മാവൂർ, ചാത്തമംഗലം, പെരുവയൽ പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായി ഇപ്പോഴും തുടരുന്നത്. ഈ വെള്ളക്കെട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആളുകളെല്ലാം തന്നെ വലിയ ദുരിതത്തിലാണ്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ചെറുപുഴയും അതോടൊപ്പം തന്നെ ചാലിയാറും ഉൾപ്പെടെ ഇവിടെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കാണാം, കരകവിഞ്ഞ് ഈ റോഡുകളിലേക്ക് ഉൾപ്പെടെ കയറിയിട്ടുണ്ട്. ഈ മാവൂരിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ പുഴകൾക്ക് താഴെയാണ് റോഡ് നിൽക്കുന്നത്. ഈ റോഡിന് ഉയരമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം ഉയരുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്നു എന്നതാണ് ഇവരുടെ പരാതി. വർഷങ്ങളായി ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ വെള്ളം കയറുമ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയാണ്. ഈ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു ദുരിതത്തെ കുറിച്ച് പറയാനുള്ളത്? ഇവിടുത്തെ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ കാണുന്ന ഒരു ദുരിതമാണിത്. ഈ വർഷകാലത്ത് വളരെ പ്രയാസമാണ് ഈ ഭാഗത്തുള്ള ആളുകൾ അനുഭവിക്കുന്നത്. വളരെ പ്രയാസം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രോഗീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വരെ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇത് ഇപ്പോൾ ഈ മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ 16-ാം വാർഡ് പറഞ്ഞ ആയംകുളം പ്രദേശത്താണ് ഇത് പറ്റുന്നത്. ഇവിടെ 2 കുന്നാണ്. ഈ 2 കുന്നിൻ്റെ സൈഡിലൂടെ ചാലിയാർ പുഴയും ചെറുപുഴയും കര കവിഞ്ഞിട്ട് വരുന്നൊരവസ്ഥയാണ്. വേണു, ചാലിയാറും ചെറുപുഴയും കരകവിയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് വെള്ളം കയറുന്നു. ഇതുപോലെ തന്നെ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്നു. അതാണ് ദുരിതമായി ഇപ്പോഴും തുടരുന്നത്. വേണു. രാഹുൽ സുരേഷാണ് മാവൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.